8 16 തന്തയ്ക്ക് പെടുന്ന നാർസിസ്റ്റിന് കൊടുക്കേണ്ട 8ന്റെ പണി മെഹുന പറഞ്ഞുതരാം. നാർസിസ്റ്റ് നിന്നെ കൺട്രോൾ ചെയ്യാനും അറ്റൻഷന് വേണ്ടിയിട്ടും നിന്നെ ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി മിസ്യൂസ് ചെയ്യാനുമാണ് കൂടെ നിൽക്കുന്നത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവരൊരു കാലത്തും നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നീ ഈ 4 വഴികൾ അറിഞ്ഞിരിക്കണം. 1. ഗ്രേ റോക്ക് മെത്തേഡ്. നാർസിസ്റ്റിന്റെ ഡ്രാമ, ഡ്രഗ്സ് പോലെ അവരെ ഹൈ ആക്കുന്ന ഒരു പരിപാടിയാണ്. അവരെന്തൊക്കെ പറഞ്ഞാലും ശാന്തമായിട്ട് ഒരു റിയാക്ഷനും കൊടുക്കാതെ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. എത്ര ട്രിഗർ കിട്ടും നിങ്ങൾക്ക് ഒരു കുലുക്കവും ഇല്ല കണ്ടു കഴിയുമ്പോൾ അവരുടെ 10 മടങ്ങും. 2. ഗ്ലോ അപ്പ് സ്ട്രാറ്റജി. നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് അവരുടെ പ്രസൻസ് ഇല്ലാതെ നിനക്ക് നിന്റെ ലൈഫിൽ ഒരു ഗ്രോത്തും ഉണ്ടാവില്ല എന്ന്. നീ ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി നെക്സ്റ്റ് ലെവലിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ ഉറക്കം വരെ നഷ്ടപ്പെടും. 3. സ്പീക്ക് അപ്പ്. നാർസിസ്റ്റ് അവരുടെ പബ്ലിക് ഇമേജിനെ പറ്റി വളരെ കോൺഷ്യസ് ആയിരിക്കും. നാട്ടുകാരുടെ മുന്നിൽ അവർ നല്ലവനായ ഉണ്ണിയാണ്. അതുകൊണ്ട് നീ നിനക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി നിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ്, ഫാമിലി, നാട്ടുകാർ, തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അത് കാരണം നിനക്ക് നിന്റെ മനസ്സിന്റെ വിഷമം മാറും. നാട്ടുകാരുടെ മുന്നിലെ സൈക്കോപാത്തിന്റെ ഫേക്ക് ഇമേജ് നശിപ്പിക്കാൻ പറ്റും. അത് അവർക്കിട്ട് നന്നായിട്ട് കൊള്ളും. 4. നെവർ ആസ്ക് ക്ലോഷർ. നാർസിസ്റ്റുകൾ ബ്രേക്കപ്പിന് ശേഷവും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ക്ലോഷർ തരില്ല. നിങ്ങളൊരു കൺഫ്യൂഷനിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ, അവർ ശരിക്കും പാവമാണോ, സോറി പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലോ എന്നൊക്കെ. പക്ഷെ അവർ ഈ ഹുക്ക് വെച്ച് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ നോക്കും. ഇനി നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ ഇമേജ് നശിപ്പിക്കുകയും ചെയ്യും. അവരുടെ കൂടെ നിങ്ങൾ അനുഭവിച്ച ട്രോമ ആയിരിക്കണം നിങ്ങളുടെ ക്ലോഷർ. പിന്നെ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, മരണം വരെ അവർ നിന്നെ വിട്ട് പോവില്ല. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം.